കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ നമുക്കറിയാം വിദ്യാഭ്യാസ മേഖല കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, അതായത് ഓഫ്ലൈൻ ക്ലാസ്സുകൾ മാത്രം ആശ്രയിച്ചിരുന്ന വിദ്യാർത്ഥികൾ പെട്ടെന്ന് ഓൺലൈനിലേക്ക് മാറിയപ്പോൾ വിദ്യാർത്ഥികൾ പെട്ടെന്ന് സ്തംഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അന്ന് കുട്ടികൾക്ക് വലിയ രീതിയിൽ ഒരു ആശ്വാസമായി വന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ബൈജൂസ് ലേണിംഗ് ആപ്പ് എന്നത്. ഏതൊരു സംരംഭത്തെ പോലെയും ബൈജൂസ് ഉയർന്നു വന്നത് കഷ്ടപ്പാടുകളും പ്രയത്നങ്ങളുടെയും ഫലമായിട്ടാണ്. അത് തുഴഞ്ഞ് ഒരു കരയ്ക്കെത്തിച്ച സാരഥി ബൈജു രവീന്ദ്രൻ എന്ന യൂണിക്കോൺ സംരംഭകനും. വളരെ കഷ്ടപ്പെട്ട് പണിതുയർത്തിയ സംരംഭം ഇപ്പം ആരോപണങ്ങളുടെ മുൾമുനയിൽ നിൽക്കുകയാണ്. ഇന്ത്യ എന്ന സൊസൈറ്റി വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യമാണ്. അത് വ്യക്തമായിട്ട് ബൈജു രവീന്ദ്രൻ അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൽ വളരെയധികം വളർച്ച ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ ബൈജു സാധ്യത ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. 15 കോടി വിദ്യാർത്ഥികളുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ ബൈജുവിന് സാധിച്ചതും അതുകൊണ്ട് തന്നെയാണ്. പിന്നെ എന്താണ് ബൈജൂസിന് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ബൈജു രവീന്ദ്രൻ ചെയ്ത കുറ്റം എന്താണ്? ഒരിക്കലും ലീവിൽ ബാംഗ്ലൂരിലായിരുന്ന ഒരു സമയത്ത് ബൈജു സുഹൃത്തുക്കൾക്ക് ക്യാറ്റ് എന്ന പരീക്ഷ നമുക്കറിയാലോ, ആ പരീക്ഷയ്ക്ക് വേണ്ടി കുറച്ച് പഠന സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. ഇതിലൂടെയാണ് പഠിപ്പിക്കാനുള്ള ബൈജുവിൻ്റെ കഴിവിനെയും ഇത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതകളെക്കുറിച്ചും ബൈജു രവീന്ദ്രൻ്റെ ചിന്തകളിൽ വന്നത്. ഇതിലൂടെയാണ് ബൈജൂസ് ലേണിംഗ് ആപ്പിനെ കുറിച്ചുള്ള ചിന്തയും വരുന്നത്. കുറച്ചു കാലങ്ങളായിട്ട് ബൈജൂസിന് ഉണ്ടായിരിക്കുന്നത് നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകമാണ്. സാമ്പത്തിക ക്രമക്കേട് കേസിൽ അദ്ദേഹത്തിന് പാളിച്ചകൾ പറ്റിയതെന്ന് ഉള്ള ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ED അദ്ദേഹത്തിന് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഒരു കൊടും കുറ്റവാളിയെ പോലെ നാട് വിടേണ്ടി വന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ബൈജു. ഒരു തരത്തില് അമിതമായ ആത്മവിശ്വാസമാണ് ഈ ബൈജുവിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിനൊരു ഉദാഹരണമുണ്ട്. ഒരിക്കലും സീനിയർ ഓഫീസേഴ്സുമാരുമായിട്ട് നടന്ന ഒരു ജനറൽ ബോഡി മീറ്റിങ്ങിൽ ബൈജു രവീന്ദ്രൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഒരു കമ്പനി വിട്ട് മറ്റ് ഏതെങ്കിലും കമ്പനിയിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കമ്പനി ഞാൻ മേടിക്കാം. ഏത് കമ്പനിയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓവർ കോൺഫിഡൻസ് ആയിരുന്നു അയാളുടെ ഓരോ വാചകത്തിലും ഉണ്ടായിരുന്നത്. ആ കോൺഫിഡൻസ് പിന്നീട് അഹങ്കാരമായിട്ട് മാറുകയായിരുന്നു. ഇനി എന്തുകൊണ്ടാണ് ബൈജുവിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത്? അമിതമായ ആർത്തി തന്നെ. അതായത് സ്റ്റുഡൻസിനെ അഗ്രസീവായിട്ട് ചേർത്തു. ഇതുകൊണ്ട് തന്നെയാണ് കസ്റ്റമർ സർവീസ് സാറ്റിസ്ഫൈ ചെയ്യാൻ ബൈജൂസിന് കഴിയാതിരുന്നതും. കാരണം കണക്കില്ലാത്ത സ്റ്റുഡൻസിനെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ എടുക്കാൻ തുടങ്ങിയപ്പോൾ റിക്രൂട്ട്മെന്റ് ടീമിന് വളരെ പ്രഷറൈസ്ഡ് ആയിരുന്നു. പ്രഷർ ജോലി ചെയ്യേണ്ടി വന്നു. ഇത് സർവീസിനെ മോശമാക്കി. ഇതോടുകൂടി സ്റ്റുഡൻസ് പാരൻസ് പണമൊക്കെ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അഗ്രസീവ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ഇയാൾക്ക് തിരിച്ചടി കൊടുക്കുകയും ചെയ്തു. അറിയാലോ, ഇപ്പൊ എവിടെ തിരിഞ്ഞാലും ഒരു സമയത്ത് ബൈജൂസിന്റെ പരസ്യം മാത്രമായിരുന്നു. അങ്ങനെ ഇന്ത്യൻ കോമ്പറ്റേറ്റീവ് കമ്മീഷൻ അതൊരു പ്രശ്നമാക്കി തുടങ്ങി. ബൈജു രവീന്ദ്രന് പറ്റിയത് എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എത്തിപ്പിടിക്കാനുള്ള ശ്രമം, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രതീക്ഷിക്കാത്ത വളർച്ച വന്നതും കൂടാതെ അതുക്കും മേലെ ലോകം മൊത്തം പിടിച്ചെടുക്കണം എന്ന ഭാവേന അതിനെ വളർത്താൻ ശ്രമിച്ചതിൽ പറ്റിയ ഒരു പരാജയം. ഒരുപാട് ഫണ്ട് കയ്യിൽ വന്നപ്പോൾ എടുത്തു ചാടി ഒരു ഓർഗനൈസേഷനുകൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു. എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ബൈജുവിനെ വെല്ലാൻ മറ്റൊന്നും ഉണ്ടാവരുതെന്നുള്ള നിലയിൽ കാര്യങ്ങളെ എത്തിച്ചു. അവിടെയായിരുന്നു അയാളുടെ പരാജയം തുടങ്ങുന്നത്. ഇപ്പോൾ വരുന്ന വാർത്തകൾ ബൈജൂസ് ഫൗണ്ടറായ ബൈജു രവീന്ദ്രനെ സ്വന്തം കമ്പനിയിൽ നിന്നും പുറത്താക്കാൻ ശ്രമിക്കുകയാണ്. ഒരു സാമ്രാജ്യം സ്വന്തം കഴിവ് കൊണ്ട് പണിതുയർത്തിയ ഒരാൾ, അയാൾക്ക് അതിൽ നിന്നുമുള്ള അവകാശം നിഷേധിക്കപ്പെടുക. എന്തൊരവസ്ഥയാണല്ലേ? അവർ അവകാശപ്പെടുന്നത് കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബൈജു രവീന്ദ്രന് സാധിക്കുന്നില്ല എന്നാണ്. മറ്റൊരു കാര്യമുണ്ട്, ബൈജുവിന്റെ ഈ തകർച്ച കാണാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരാൾ തകരുമ്പം അയാളെ കൂട്ടത്തോടെ ചവിട്ടി താഴ്ത്തുന്നത്. ബൈജൂസ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതുന്നവർക്ക് ഒരു പക്ഷേ ബൈജൂസ് തിരിച്ചു വരാം, പൂർവാധികം ശക്തിയോടെ തന്നെ. കാരണം ബൈജൂസ് ഇന്നും സ്ട്രോങ് കസ്റ്റമർ ബേസ് ഉണ്ട്. കാരണം 15 കോടി രജിസ്റ്റേർഡ് സ്റ്റുഡൻസും അതർ യൂസേഴ്സും ഉണ്ടായിരിക്കുന്നത് ചെറിയൊരു കാര്യമല്ലല്ലോ.
ശരിയാണ്, ഒരുപാട് പാരന്റ്സ് രംഗത്ത് വന്നിട്ടുണ്ട് ഇവരുടെ സർവീസ് മോശമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ എന്നാൽ പോലും ഒരു ഹ്യൂജ് കസ്റ്റമർ സപ്പോർട്ട് ബാക്ക് ബോൺ ആയിട്ട് ബൈജൂസിനുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം ബൈജു രവീന്ദ്രൻ ഇതിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നാൽ പോലും ഇത് റീകൺസ്ട്രക്ട് ചെയ്തു വരും. ഒരു കാര്യം ഓർക്കുക, ഒരു തലയിൽ നിന്ന് മാത്രം ഉദിച്ച ഒരു ഐഡിയ ആണിത്. ഇനി ഇത് നഷ്ടപ്പെട്ടാൽ പോലും ബൈജൂസ് പോലെ ഒരു 1000 സംരംഭങ്ങൾ അദ്ദേഹത്തിന് പണിതുയർത്താൻ കഴിയുമെന്ന് ഉറപ്പാണ്.